ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കെ രമയാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നത്. SUCയുടെ നേതാക്കൾ, അതോടൊപ്പം തന്നെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരവധി പേർ അവിടേക്ക് എത്തിയിരിക്കുന്നു. ആശാ സഹോദരിമാരെ, ഇവിടെ ശ്രീമതി കെ രമ ഉൾപ്പെടെയുള്ള മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്. സമരം കടുപ്പിക്കുകയാണ് ആശമാർ. നടുറോഡിൽ ഇരുന്നും കിടന്നുമുള്ള പ്രതിഷേധമാണ്. നല്ല വെയിലാണ്. കടുത്ത ചൂടിനെ വകവയ്ക്കാതുള്ള സമരം ഇപ്പോൾ 36ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകളും വളഞ്ഞുകൊണ്ടുള്ള ഉപരോധ സമരമാണ്. ഈ പ്രതിഷേധത്തിന്റെ ചൂട് മനസ്സിലാക്കിയാകണം രാവിലെ 6 മണി മുതൽ തന്നെ പോലീസ് ഗേറ്റുകളിൽ കാവൽ ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് സുനിഷ റിപ്പോർട്ട് ചെയ്യുന്നത്. സുനിഷ, സമരച്ചൂടിൽ തലസ്ഥാനം, കാലാവസ്ഥയും ഈ തരത്തിൽ കനത്ത ചൂട് തന്നെയാണോ? എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? സമരത്തിന് എത്തിയിരിക്കുന്ന ആശമാർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം കൂടിയാണിത്. എത്രത്തോളം ആശമാരുണ്ട് ഈ പ്രതിഷേധ ഉപരോധ സമരത്തിൽ, സുനിഷ? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1000-ഓളം പ്രവർത്തകർ, ഏതായാലും ആശാ വർക്കർമാർ ഈ സ്ഥലത്തേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് എന്നതാണ്. ഇതിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇനിയും ആളുകൾ എത്താനുണ്ട് എന്നതാണ്. കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും മറ്റു മലബാർ മേഖലകളിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളുണ്ട്. വിവിധ ട്രെയിനുകളിലായാണ് തലസ്ഥാനത്തേക്ക് വരുന്നത്. ചില ട്രെയിനുകൾ ഇന്ന് ലേറ്റാണ്. ആ ട്രെയിനുകൾ എത്തുന്നതോടുകൂടി കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഈ സമരത്തിനുണ്ടാകുമെന്നത് തന്നെയാണ് ആശാ വർക്കർമാർ പറയുന്നത്. കനത്ത ചൂടിലേക്ക് കടക്കുകയാണ് കാലാവസ്ഥയും. പക്ഷേ ഈ ചൂടിനെ ഒന്നും തന്നെ കൂസാതെ സമരത്തിന് ശക്തിയോടെ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് ആശാ വർക്കർമാർ പറയുന്നത്. ഒരു പക്ഷേ ഈ താരിട്ട റോഡിലൊക്കെ തന്നെയും നല്ല ചൂടാണ്. പക്ഷേ ഈ ചേച്ചി, നല്ല ചൂടാണ്, പക്ഷേ ചൂടൊന്നും പ്രശ്നമല്ല, സമരത്തിന്റെ ചൂട് കൂട്ടുമെന്നുള്ളതാണ്. ഞങ്ങൾക്കൊക്കെ വ്രതമാണ്, എങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന തീരുമാനത്തിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇതിനൊരു ഇവിടെ നിന്ന് വരുവാ ചേച്ചി? ഞാൻ CHC പുത്തൻതോപ്പിന്റെ ആശാ വർക്കറാണ്. അങ്ങനെ നിരവധി ആളുകൾ. ചേച്ചി, സമരം കടുപ്പിക്കുകയാണ് നമ്മള്. അതെ, നല്ല ചൂടാണ്. ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെല്ലാം ബുദ്ധിമുട്ടും തരണം ചെയ്യും. ബുദ്ധിമുട്ടിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെ പ്രതിഷേധം എന്നതാണ് ഈ ആശാ വർക്കർമാരെല്ലാം പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വ്രതമെടുത്ത് വരുന്ന ആളുകളുണ്ട്, രാവിലെ മുതൽ കഴിക്കാതെ നിൽക്കുന്നവരൊക്കെയുണ്ട്. പക്ഷേ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊന്നും തന്നെ ബാധകമല്ല. ഇങ്ങനെ സമരം ചെയ്ത് മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് ആശാ വർക്കർമാർ അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ ആളുകൾ എത്തുമെന്നത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ 7000-ത്തിലധികം ആശാപ്രവർത്തകർ ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു ഈ സമരസമിതി അറിയിച്ചിരുന്നത്. 7000-ത്തിലധികം ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും 1000-ഓളം ആളുകളെ ഏതായാലും ഈ സമരവേദിയിലേക്ക്, ഈ ഉപരോധത്തിന്റെ ഭാഗമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പരിശീലന പരിപാടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത് ബഹിഷ്കരിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ എത്തുന്നത്. അവരോട് ഹാജർ നില കൃത്യമായി തന്നെ അറിയിക്കണമെന്നും നിർബന്ധമായും ഓരോ ആശാപ്രവർത്തകന്മാരും എത്തണമെന്നുമുള്ള നിർദ്ദേശം ഉത്തരവായി തന്നെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഉത്തരവ് ബഹിഷ്കരിച്ചുകൊണ്ട്, ഈ പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് നിരവധി ആശാപ്രവർത്തകർ എത്തുന്നു എന്നത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സാധാരണ രീതിയിൽ ഒരു പരിശീലന പരിപാടി വെക്കുമ്പോൾ പോലും നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു തീയതി പറയാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അതുപോലും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഈ അറിയിപ്പ് കിട്ടുന്നത് എന്നതാണ് ആശാ വർക്കർമാർ പറയുന്നത്. ഇത് ഈ സമരം പൊളിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് എന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും ഈ സമരസമിതിയുടെ പ്രവർത്തകരിൽ നിന്നും ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ പരിശീലന പരിപാടിയെ ബഹിഷ്കരിച്ചുകൊണ്ട്, NHMന്റെ ഉത്തരവിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ആശാ വർക്കർമാർ ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് വളഞ്ഞിരിക്കുന്നു, ഉപരോധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി പോലീസിന്റെ നടപടി എന്ത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഗതാഗതം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിൽ നിരവധി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കന്റോൺമെന്റ് പോലീസ് 2 തവണ ഈ ആശാ വർക്കർമാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഇങ്ങനെ ഒരു ഉപരോധത്തിലേക്ക് കടക്കുമ്പോൾ ഇവർ ഇപ്പോഴൊന്നും തന്നെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇതേ രീതിയിൽ ഈ റോട്ടിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തുമെന്നത് ഉറപ്പിച്ചു കഴിയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായും വലിയ തോതിൽ വാഹന ഗതാഗതത്തെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇവരെ മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുമോ, അത് പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്നത് കൂടിയാണ് ഇനി അറിയേണ്ടത്. പോലീസ്
നിരവധി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിന്യസിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും നിലവിൽ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇതേ രീതിയിൽ തന്നെ സമരം തുടരുകയാണെങ്കിൽ അത്തരത്തിലേക്ക് കടക്കുമോ എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഉപരോധത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉപരോധത്തിന്റെ ഉദ്ഘാടനം, ഈ പരിപാടിയുടെ ഉദ്ഘാടനം KK രമ MLA അല്പസമയത്തിനകം തന്നെ നിർവഹിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നിയമസഭയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നേതാക്കന്മാർ, കൂടുതൽ MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്ന് കൂടി കരുതുന്നു. കാരണം നിരന്തരമായി 36 ദിവസത്തോളം സമയം കോൺഗ്രസ് MLA-മാരും മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകൾ ഓരോ തവണയും പിന്തുണ അറിയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഈ 36 ദിവസമായും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് എന്നതാണ്. ഏതായാലും ആശാ വർക്കർമാർ സമരം കടുപ്പിക്കുന്നു. അവകാശങ്ങൾ നേടിയെടുക്കും വരെ, നേരത്തെ ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കാതെ പിന്നോട്ടില്ല എന്നതാണ്. നേരത്തെ തന്നെ അനുഭാവപൂർണമായ നിലപാടാണ് ഈ ആശാ വർക്കർമാരോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നതൊക്കെ തന്നെയും മന്ത്രി വീണ ജോർജും ധനകാര്യമന്ത്രിയും അടക്കം പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിലൊന്നും തന്നെ ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഈ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഓണറേറിയം വർദ്ധിപ്പിക്കാതെ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സമരം ചെയ്തു തുടങ്ങിയതിനു ശേഷമാണ് കുടിശ്ശിക നൽകി തുടങ്ങിയത്. ഒപ്പം തന്നെ ആദ്യമായാണ് ഒരു മാസത്തെ ഓണറേറിയം അടുത്ത മാസം 15-ന് മുന്നേ ലഭിക്കുന്നത് എന്നതുകൂടി ആശാവർക്കർമാർ പറയുന്നു. അങ്ങനെ ഓണറേറിയം ഓരോ ആശാപ്രവർത്തകർക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഇതുവരെ ഈ ഫെബ്രുവരി 9 വരെ ജോലി ചെയ്ത ഓണറേറിയം ലഭിച്ചിട്ടില്ല എന്ന പരാതി കൂടി, എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് എന്നതാണ്. അതായത് ഫെബ്രുവരി 10-ാം തീയതിയാണ് ഈ സമരം തുടങ്ങുന്നത്. പക്ഷേ ഫെബ്രുവരി 9 വരെ പണിയെടുത്ത ആളുകളാണ് ഈ സമരത്തിലെത്തിയിരിക്കുന്ന ഓരോ ആശാവർക്കർമാരും. പക്ഷേ ഈ ആശാവർക്കർമാർക്ക് നൽകേണ്ട 9 ദിവസത്തെ ഓണറേറിയം പോലും നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്നൊരു പരാതി കൂടി വ്യാപകമായി ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമരം ചെയ്ത ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ച ഓണറേറിയം നൽകാതിരിക്കുകയാണ് സർക്കാർ ചെയ്തത്. അത് തെറ്റായ നടപടിയാണ് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രതിഷേധം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ സമരത്തെ ഇല്ലാതാക്കാനുള്ള, സമരക്കാരെ അടിച്ചമർത്താനുള്ള പല നീക്കങ്ങൾ പല ഭാഗങ്ങളിലായി ഉണ്ടാകുന്നു. എന്നാൽ അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് സമരക്കാർ എത്തുന്നു എന്നതാണ്. തുടക്കം മുതൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും നമ്മൾ CITUവിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഈ സമരത്തെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് കണ്ടതാണ്. കീടങ്ങൾ എന്ന് വിളിക്കുന്നു, ഈർക്കിളി സംഘടനയുടെ സമരം എന്ന് പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ള പല ആക്ഷേപങ്ങളും ഉയർന്നിട്ടും സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും കൂടുതൽ ശക്തമായി മുന്നോട്ട് വരുമെന്നും കാണിച്ചുകൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇവിടെ സമരം ചെയ്യുന്ന രാപകൽ സമരമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ പുരോഗമിക്കുന്നത്. ആശമാർ ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഈ സമരത്തിന് പുതിയൊരു മുഖം കൊടുക്കുകയാണ്, പുതിയൊരു രീതിയിലേക്ക് കടക്കുകയാണ് 36-ാം ദിവസത്തെ സെക്രട്ടേറിയറ്റ് വളയൽ ഉപരോധത്തിലൂടെ.